നമ്മൾ കേട്ടിട്ടുണ്ടോ? ആണവ രഹസ്യങ്ങൾ ചോർത്തി, അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ രഹസ്യങ്ങൾ ചോർത്തി, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഡേറ്റകൾ ചോർത്തി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടില്ലേ? അതായത് നമ്മളുടെ ഉള്ളിലുള്ള ഒരു രഹസ്യം നമ്മുടെ ശത്രുപക്ഷത്തേക്ക് അറിയുമ്പോൾ അവർ നമ്മളെ ആക്രമിക്കാൻ അവർക്ക് സാധ്യത കൂടുതലാണ്. അതാണ് അതിനകത്തുള്ളത്. ഞാൻ ഉദ്ദേശിച്ചതാണ്. അപ്പം നമ്മുടെ രഹസ്യങ്ങൾ മറ്റൊരാൾ അറിയുമ്പം അവൻ്റെ ജീവിതത്തിൽ ഇന്നൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് വെച്ച് നമ്മളെ അത് വെച്ച് ഓരോ കുത്തു തരാനുള്ള സാധ്യതകൾ കൂടുതലാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലില്ലേ? അപ്പം ഇത് തന്നെ ഒത്തിരി രാജ്യങ്ങൾക്കിടയിലാണെങ്കിലും മനുഷ്യരുടെ ഇടയിലാണ്, സമൂഹത്തിൻ്റെ ഇടയിലാണെങ്കിലും രഹസ്യങ്ങൾ ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ പുരാണങ്ങളിൽ പോലും ഒറ്റുകൊടുക്കണം നമ്മൾ കേട്ടിട്ടില്ലേ? പണ്ടത്തെ ഗ്രന്ഥങ്ങളിലും ഏത് ഗ്രന്ഥമെടുത്താലും അതിനകത്തൊക്കെ ഒരാളെ ഒറ്റുകൊടുത്തു യൂദാസ് ഒറ്റുകൊടുത്തു എന്നങ്ങനെ നമ്മളൊക്കെ കേട്ടിട്ടില്ലേ? അപ്പം എവിടെയാണോ നമ്മുടെ രഹസ്യങ്ങൾ അറിയാവുന്ന അവർ നമ്മുടെ പോകുന്ന വഴികളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ഒറ്റുകൊടുക്കാറുണ്ടല്ലേ? രാവണൻ്റെ കാര്യത്തിലാണെങ്കിലും രാവണൻ്റെ നാഭിയിൽ അമൃതകുംഭം ഇരിപ്പുണ്ടെന്ന് വിഭീഷണൻ, അതായത് സഹോദരൻ മനസ്സിലാക്കിയിട്ട് സഹോദരനാണ് രാമനെ ഒറ്റിക്കൊടുക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ സമയത്തും, അതായത് ഇന്ന സ്ഥലത്ത് ഇന്നവരുണ്ട് എന്നും ഇന്ന രീതി പോയിട്ടുണ്ടെങ്കിൽ അവരെ അപമാനിക്കാം അല്ലെങ്കിൽ അവരെ പരാജയപ്പെടുത്താം എന്നൊക്കെയുള്ള ചിന്തകൾ ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതാണ് രഹസ്യങ്ങൾ പുറത്തു പോയുള്ള കാര്യം. ഈ രഹസ്യങ്ങൾ ഞാൻ അനിൽകുമാർ സാറിൻ്റെ ഒരു ക്ലാസ് കേൾക്കാനിടയായി. അപ്പം അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, സാറിൻ്റെ വീഡിയോയിൽ നിന്നായിട്ട് ഞാൻ കണ്ടത്, സാറ് പറയുന്ന കറക്റ്റാണ്. കാരണം കുടുംബ ബന്ധങ്ങളിൽ രഹസ്യങ്ങൾ, അതായത് ഭാര്യ ഭർത്താവ് നല്ല മുഹൂർത്തങ്ങളിൽ നല്ല സ്നേഹത്തിലിരിക്കുമ്പോൾ പല കാര്യങ്ങളും ചിലപ്പോൾ സംസാരിച്ചു എന്നിരിക്കും. അതായത് ഭർത്താവ് ഭാര്യയോടും പറയും, ഭാര്യ ഭർത്താവിനോടും പറയും, ഇല്ലേ? ചിലപ്പോൾ അവരുടെ ജീവിതത്തിലെ ഒരു രഹസ്യങ്ങളായിരിക്കും അവരാ പറയുന്നത്. ആ രഹസ്യങ്ങൾ ഇവർ മനസ്സിലിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ തമാശയായിരിക്കാം, തമാശയിലുള്ള എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയതായിരിക്കാം. ഏതെങ്കിലും ഒരു പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ പൊതുവേദിയിൽ ഒന്നെങ്കിൽ കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഇരിക്കുമ്പം ഒന്നെങ്കിൽ ഭാര്യ അതെടുത്ത് ഇങ്ങനൊരു സംഭവം എങ്ങേർക്കുണ്ടായിട്ടോ, പുള്ളിക്കാരൻ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നും പറഞ്ഞ് തമാശയ്ക്കായിട്ട് പറയും. ഇത് എൻജോയ് ചെയ്യുന്ന ആരാ? ഭാര്യയും മറ്റുള്ളവരും എൻജോയ് ചെയ്യും. ഭർത്താവിനത് അത്ര നല്ല കാര്യമായിരിക്കുമോ? അല്ലല്ലോ. ഭർത്താവിൻ്റെ മനസ്സിൽ ഏറ്റവും വിഷമം തോന്നുന്ന നിമിഷമായിരിക്കും അത്. എന്നാൽ ഭർത്താവിനോട് അനുവാദം ചോദിച്ചിട്ടാണ് പറയുന്നെങ്കിലോ, അപ്പോൾ ഭർത്താവ് പറയണ്ട എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഭാര്യയ്ക്ക് എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചു ജീവിതത്തിൽ എങ്കിൽ അത് ഭർത്താവും അങ്ങനെ പൊതുവേദി പറയാതിരിക്കുക. പല പെണ്ണുങ്ങളും ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട് കേട്ടോ. ഭർത്താവ് ഈ മദ്യപാന സംഘത്തിലോ എന്തെങ്കിലുമൊക്കെ ഉള്ളതാന്ന് വെച്ചു, അവരിങ്ങനെ എല്ലാവരും കൂടെ കൂടിയിരുന്ന് സംസാരിക്കുന്നതിനിടയ്ക്ക് ഭാര്യ പറയും, എന്ന് വെച്ചാൽ അങ്ങാര് നല്ലതാ, അങ്ങേര് മോശം, അങ്ങാര് പിന്നെ ഈ പറയണ ആളെന്ത് ബെസ്റ്റാ, ഇങ്ങനെയൊക്കെ പറയുന്ന പെണ്ണുങ്ങളെ സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടില്ലേ? അതേപോലെ ഭർത്താക്കന്മാർ പറയും, പിന്നെ നീ കൂടി എന്ന് വെച്ചാൽ നീ എന്ത് നല്ലതാ, ഇങ്ങനെയൊക്കെ പറയും. അതായത് എന്തൊക്കെയോ ഒരു രഹസ്യങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെ പറയുമ്പം ആ മനസ്സിനെ ഹെർട്ട് ചെയ്യുന്ന എന്തോരമാണ് നമ്മളൊന്ന് വിചാരിക്കും. നമ്മൾ വിശ്വസിച്ചാണ് ഓരോ കാര്യങ്ങൾ കാണിക്കുന്നതും പ്രവർത്തിക്കുന്നതും. നമുക്കറിയാം, വിശ്വാസമുള്ളവരോടാണ് നമ്മൾ ആ കാര്യങ്ങൾ പറയുന്നതും. അവരത് ലീക്ക് ചെയ്ത് വിടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പരം സങ്കടകരമായ അവസ്ഥ വേറെ വല്ലതും ഉണ്ടോ, അല്ലേ? അപ്പം അത് അങ്ങനെ പരമാവധി പറയാതിരിക്കുക. അത് മക്കളുടെ കാര്യമാണെങ്കിൽ പോലും ചിലപ്പോൾ മക്കളെല്ലാ കാര്യങ്ങളൊന്നും പറഞ്ഞൊന്നും വരില്ല. ഇപ്പം നമ്മൾ മാതാപിതാക്കളോട് പറയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നും സുഹൃത്തുക്കളോട് മക്കൾ പറഞ്ഞൊന്നും വരില്ല. ചില മാതാപിതാക്കൾ എന്ത് കാണിക്കുമെന്നറിയാവോ? ആരുടെയെങ്കിലും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തമാശയ്ക്കായിട്ട് പറയും, ഇവന് വേറൊരു കാര്യമുണ്ട്, ഇവൻ്റെ വേറൊരു സ്വഭാവമുണ്ട് എന്നും പറഞ്ഞ് മക്കളുടെ കാര്യങ്ങൾ എടുത്തിടും. പക്ഷേ മക്കൾക്ക് അത് മറ്റുള്ളവരോട് പറയാൻ ഇഷ്ടമില്ലായിരിക്കും. അത് നമ്മുടെ അച്ഛനോടും അമ്മയോടും പറയാൻ മാത്രമേ ഇഷ്ടമുണ്ടായിരിക്കുള്ളൂ. സുഹൃത്തുക്കളോട് പറയുന്ന വേറെ രീതിയായിരിക്കും, അച്ഛനോടും അമ്മയോടും പറയുന്ന വേറെ രീതിയായിരിക്കും. അത് മാതാപിതാക്കൾ പറഞ്ഞ കാര്യങ്ങൾ അത് എല്ലാവരുടെയും കേൾക്കെ പബ്ലിഷ് ആക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ വരുന്ന വിഷമം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അതെന്തിനാ പറഞ്ഞതെന്നുള്ള രീതിയിൽ നമ്മുടെ നേരെ നോക്കും. ചിലപ്പോൾ മകൻ ഉച്ചവരെ കിടന്നുറങ്ങുന്നവനായിരിക്കും. അവൻ എല്ലാവരുടെയും പറഞ്ഞേക്കണം നേരത്തെ എണീക്കാറുണ്ട്, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ ചിലപ്പോൾ അവൻ ചെറിയൊരു പുളു അടിച്ചു വിട്ട് കാണും.
അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് വീട്ടിൽ എന്നൊക്കെ അവൻ പറഞ്ഞു കാണും. പക്ഷെ അവൻ ചെയ്യുന്നില്ലായിരിക്കും. പക്ഷെ മാതാപിതാക്കൾ പറയും, അവൻ ചുമ്മാ പറയുന്നതാ, അവൻ അങ്ങനെയൊന്നും അല്ല എന്നിങ്ങനെ മകനെ നിർത്തിക്കൊണ്ട് മറ്റുള്ളവരോട് പറയുമ്പോൾ ഉണ്ടല്ലോ, ആ മകൻ ഐസായി പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. ഇല്ലേ? അപ്പോൾ ചിലപ്പോൾ പഠിക്കുന്ന പിള്ളേർ വലിയ പഠിത്തക്കാരൊന്നും ആയിരിക്കില്ല കേട്ടോ. അപ്പം എവിടെയെങ്കിലും പോകുമ്പം മക്കളോട് ആരെങ്കിലും ഒന്ന് ചോദിക്കുക, പഠിക്കുന്നുണ്ട്, എങ്ങനെ പഠിത്തമൊക്കെ എന്ന് ചോദിക്കുമ്പോൾ മക്കൾ പറയും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ചില മാതാപിതാക്കൾ ചാടി പറയുന്നത് കേട്ടിട്ടുണ്ട്, അവനിങ്ങനെ പഠിക്കുന്നില്ല, ചുമ്മാ വാചകം അടിക്കണുള്ളൂ, ഒരു വക പഠിക്കില്ല എന്നിങ്ങനെ പറയും. ചില ഭാര്യമാരും ഭർത്താക്കന്മാരും അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്. എങ്ങനെയാ ഇപ്പം നേരത്തെയൊക്കെ വന്ന് തുടങ്ങിയോ? അപ്പം ഹസ്ബൻഡിനോട് കൂട്ടുകാരൻ ചോദിക്കുമെന്ന് വെച്ചാൽ, എടാവേ നീ നേരത്തെയൊക്കെ വീട്ടിൽ കയറി തുടങ്ങിയോടാവേ എന്നൊക്കെ ചുമ്മാ തമാശയ്ക്ക് ചോദിച്ചാൽ പോലും ചില ഭാര്യമാർ പിന്നെ നേരത്തെ 9 മണിക്ക് വന്നുകൊണ്ട് ഇപ്പോൾ 12 മണി കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറയും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദുശീലം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അങ്ങ് പറയും. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളെ തന്നെ ആക്ഷേപിക്കുകയാണ്, അല്ലാണ്ട് അവർക്ക് ആർക്കും ഒന്നും പറ്റാൻ പോകുന്നില്ല. ഇത് നമ്മൾ നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ കുടുംബത്തെയാണ് നമ്മൾ നാണം കെടുത്തിക്കൊണ്ടിരിക്കണമെന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലേ? ഇപ്പോഴും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആരെയാ? നമ്മളോട് പറഞ്ഞ വാക്കുകളും നമ്മളോട് സ്നേഹത്തോടെ അല്ലെങ്കിൽ നമ്മളെ വിശ്വസിച്ച് പറഞ്ഞ വാക്കുകളും നമ്മൾ പുറത്തു വിടാതിരിക്കുക. ചില സുഹൃത്തുക്കൾ ചെയ്യുന്ന പരിപാടിയുണ്ട്. നമുക്ക് ഏതെങ്കിലും നമ്മൾ സുഹൃത്തുക്കളോട് പറഞ്ഞ രഹസ്യങ്ങൾ അവർ ഒരു സമയം കഴിയുമ്പം ഇപ്പം ആ ബന്ധം അങ്ങ് വിട്ടുപോയി എന്ന് വെച്ചാൽ സുഹൃത്തുക്കളായിട്ടുള്ള ബന്ധം, അവരെന്നെ കാണിക്കും, ഈ നമ്മൾ പറഞ്ഞ രഹസ്യങ്ങളൊക്കെ അവരെന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അന്ന് കൂട്ടായിരുന്ന സമയത്ത് ഇന്നത് പറഞ്ഞു കേട്ടോ എന്നൊക്കെ പറഞ്ഞു പറയും. അതേപോലെ സ്വന്തക്കാരോട് പറയുന്ന വാചകങ്ങൾ, പണ്ട് എന്നോട് ഇങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അവൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇന്നാന്ന് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറയും. അത് സഹോദരങ്ങളാണെങ്കിൽ പോലും അവരുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ. എനിക്കറിയാവുന്ന ഒരു കുട്ടിയുടെ അച്ഛൻ, അതായത് ഒരു പെൺകുട്ടിയുടെ അച്ഛൻ ആ കുട്ടീനെ കല്യാണം കഴിച്ചു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിൻ്റെ ഭർത്താവിനോട് ഈ കുട്ടി ഭയങ്കരമായിട്ടും വീട്ടിൽ നിന്ന് പൈസ എടുക്കുമായിരുന്നു, മോഷ്ടിക്കുമായിരുന്നു എന്നൊക്കെ ആ കുട്ടിയുടെ അച്ഛൻ ആ ഹസ്ബൻഡിനോട് പറഞ്ഞു ഏൽപ്പിച്ചു. എന്തുകൊണ്ട് പറഞ്ഞു എന്ന് അറിയത്തില്ല, എങ്കിലും ഇങ്ങനെ പറഞ്ഞു. ഈ കുട്ടിയുടെ സ്വഭാവത്തെക്കുറിച്ച് ഇങ്ങനെ ഈ കൊച്ചിൻ്റെ ഭർത്താവിനോട് പറഞ്ഞു. അച്ഛൻ ചെയ്തത് പൂർണ്ണമായിട്ടും തെറ്റാണ്. കാരണം ഈ കുട്ടി ഭയങ്കര വാശിക്കാരിയാണ്, ദേഷ്യക്കാരിയാണ്, ഇവള് വീട്ടിൽ നിന്ന് പൈസ മോഷ്ടിക്കുമായിരുന്നു. പക്ഷേ അവൾ പൈസ കളയൊന്നുമില്ല, അവൾ ഇങ്ങനെ പൈസ മോഷ്ടിച്ച് അവളുടെ ആഡംബര വസ്തുക്കളൊക്കെ മേടിക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഈ കല്യാണം കഴിച്ച ഭർത്താവിനോട് പറഞ്ഞു. പിന്നീട് ഒരിക്കൽ ഈ ഭർത്താവ് അറിഞ്ഞല്ലോ, ഭർത്താവിനോട് എന്നിട്ട് പറയരുതെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഭർത്താവ് എന്ത് കാണിച്ചു? ഈ കുട്ടിയോട് ഈ കാര്യം പറഞ്ഞു. അതായത് കുറേ നാൾ കഴിഞ്ഞപ്പം, കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പം ഈ കുട്ടിയോട് ഇങ്ങനെ എന്തോ ഒരു അവസരത്തിൽ പറഞ്ഞു, നിൻ്റെ അച്ഛൻ ഇങ്ങനെ എന്നോട് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. അന്ന് ആ കുട്ടിക്കുണ്ടായ ഫീലിങ്, അന്ന് ആ കുട്ടി പറഞ്ഞു എന്നിട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം പറഞ്ഞു, എനിക്കത് പ്രശ്നമൊന്നുമില്ല. ഭർത്താവ് പറയാം, എനിക്കത് പ്രശ്നമൊന്നുമില്ല, ഞാനത് ആ വഴി തള്ളി, എനിക്കറിയാമല്ലോ ഇപ്പം നിന്നെ, ശരിക്കറിയാമല്ലോ എന്നിങ്ങനെ. അപ്പോൾ ആ കുട്ടി ചോദിച്ചു എന്ന് പറയണത് കേട്ടു, ഞാൻ നിങ്ങളുടെ വല്ലതും മോഷ്ടിച്ചിട്ടുണ്ടോ പൈസ എന്ന് ചോദിച്ചു കഴിയുമ്പം ഭർത്താവ് പറഞ്ഞു, ഇല്ല, അതുകൊണ്ടാണ് ഞാനത് കേട്ട വഴി വിട്ടു എന്നിങ്ങനെ പറഞ്ഞു. ആ ഭർത്താവ് പറഞ്ഞത് ഒന്ന് തെറ്റ്, അച്ഛൻ പറഞ്ഞത് അതിലേറെ തെറ്റ്. ശരിയല്ലേ നിങ്ങൾ? ആ കുട്ടി എന്നിട്ട് ഈ വിഷമം കാരണം ഈ കുട്ടിക്ക് പിന്നീട് കൗൺസിലിംഗ് വേണ്ടി വന്നു. കുട്ടിക്ക് ഭയങ്കര ടെൻഷൻ, ഡിപ്രഷൻ, ഇങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെയായി. എന്നാൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ മുമ്പിൽ ഞാൻ മോശക്കാരിയായല്ലോ എന്നിങ്ങനെ ഒരു ചിന്ത ഉണ്ടാകും. അപ്പം നമ്മൾ പറയേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ പൊതുസമൂഹത്തിൽ പറയാവുള്ളൂ, മറ്റൊരാളോട് പറയാവുള്ളൂ. അത് നമ്മളെപ്പോഴും ചിന്തിക്കുക, നമ്മുടെ ഏതെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള രഹസ്യം മറ്റൊരാൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നമ്മളെ ചോദ്യം ചെയ്യപ്പെടും, അല്ലെങ്കിൽ അത് വെച്ച് നമ്മളെ അവർ ആ കണ്ണും കൊണ്ട് മാത്രമേ നമ്മളെ കാണുള്ളൂ എന്നുള്ള ചിന്തയോടുകൂടി മാത്രമേ ഇരിക്കാവുള്ളൂ. അത് പ്രത്യേകിച്ച് നമ്മളെക്കുറിച്ച് അറിയാവുന്ന നമ്മുടെ വീട്ടിലുള്ളവർക്കായിരിക്കും. ഇല്ലേ? നമ്മുടെ ഭർത്താവിനോ മക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്കോ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ ആയിരിക്കാം. അവർ ആ രഹസ്യങ്ങൾ പുറത്തു വിടാതിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ സ്വഭാവ ദൂഷ്യങ്ങളോ അല്ലെങ്കിൽ നല്ലതോ വശമുണ്ടെങ്കിലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ ക്യാരക്ടറെക്കുറിച്ച് മറ്റുള്ളവർ പറയാൻ ഇടവരുത്താതെ ഇരിക്കുന്നതല്ലേ നല്ലത്? ഇല്ലേ? ഇത് ഒത്തിരി പേർക്ക് പറ്റുന്ന കുഴപ്പങ്ങളാണ്. ചിലർ വിടുവായുത്തരം പോലെ തന്നെ ഇങ്ങനെ ഇരുന്ന് വിസ്തരിച്ചുകൊണ്ടിരിക്കും. ഭർത്താവിനെ കുറിച്ചാണെങ്കിലും ഭാര്യയെക്കുറിച്ചാണെങ്കിലും മക്കളെക്കുറിച്ചാണെങ്കിലും മാതാപിതാക്കളെക്കുറിച്ചാണെങ്കിലും. ഈ മാതാപിതാക്കൾ കൊണ്ടിട്ടോ ഇങ്ങനെ അവനങ്ങനത്തവനാ ഇവനിങ്ങനത്തവനാ, എൻ്റെ മൂത്ത മോനങ്ങനെയാ അല്ലെങ്കിൽ ഇളയ മോനങ്ങനെ അല്ലെങ്കിൽ ഇളയ മോളങ്ങനെയാ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരിക്കൽ പോലും നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മളറിഞ്ഞാൽ മതി. നമ്മുടെ മക്കളെ 4-5 പേരുണ്ടെങ്കിൽ 5 പേരായിട്ട് കാണാൻ ശ്രമിക്കുക. ഒരാളെപ്പോലെ ഒരാളില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അവരെക്കുറിച്ച് കുറ്റങ്ങൾ പറയുമ്പോൾ എപ്പോഴും ഒരു
ഒരു നിമിഷം സൂക്ഷിച്ചിട്ട് അത് അവർക്ക് തന്നെ ഭാര്യയായിട്ട് വരുന്നുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് പറയുന്നതല്ലേ നല്ലത്. അത് ഭർത്താവാണേലും ഭാര്യയാണേലും. ഇനി മക്കളെക്കുറിച്ച് പറയുകയാണെങ്കിലും അവരുടെ അനുവാദമില്ലാതെ ഒരു കാര്യങ്ങളും നമ്മൾ പറയാതിരിക്കുക. ഭർത്താവ് ഭാര്യയെക്കുറിച്ച് പറയുമ്പോഴോ ഭാര്യ ഭർത്താവിനെക്കുറിച്ച് പറയുമ്പോഴോ അവരുടെ അനുവാദമില്ലാതെ നമ്മൾ ഒരു കാര്യവും പറയാതിരിക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് എപ്പോഴും എന്തു വേണേലും പറയാമെന്നൊരു ചിന്താഗതി നമുക്കുണ്ട്. പക്ഷെ അത് തെറ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ചോർന്ന് പുറത്തു പോകുമ്പോഴാണ് ആ രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള എതിർ രാജ്യക്കാർക്ക് സാധിക്കുന്നത്. അല്ലെങ്കിൽ അവരെ വല്ലതും ചെയ്യാൻ പറ്റുമോ? രഹസ്യങ്ങൾ ചോർന്ന് പുറത്തു പോകാതിരിക്കുക, അതാണ് വേണ്ടത്. അത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന രഹസ്യങ്ങൾ നമ്മൾ വിശ്വസിച്ച് പറയുന്നവർ ഒട്ടും ചോർത്തി കൊടുക്കാതിരിക്കുക, അതാണ് വേണ്ടത്. അപ്പം ഇന്ന് എനിക്ക് അനിൽകുമാർ സാറിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ജീവിതത്തിൽ ഇങ്ങനെ വിഷമിക്കുന്ന ഒത്തിരി പേര് എനിക്കറിയാവുന്നതുകൊണ്ട്. ഞാൻ പറഞ്ഞ എൻ്റെ സുഹൃത്ത്, ഒരു പെൺകുട്ടിയുടെ കഥ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അവൾ അനുഭവിച്ച വിഷമം കുറേ കാലത്തേക്ക്, ഇപ്പോഴും പ്രായമായി എന്നിട്ട് പോലും ആ പെൺകുട്ടി ഇപ്പോഴും വിഷമം അനുഭവിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും, എന്നിലും എൻ്റെ അച്ഛൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, അമ്മയില്ലാത്ത കുട്ടിയായിരുന്നേ, എന്തുകൊണ്ട് എൻ്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞു, എൻ്റെ അച്ഛൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞ് എന്നിങ്ങനെ ഒരു ചിന്ത ആ കുട്ടിയുടെ മനസ്സിനെ എപ്പോഴും വേദനിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒരാളെക്കുറിച്ച് പറയുമ്പം എപ്പോഴും സൂക്ഷിക്കുക. പ്രത്യേകിച്ച് ആ കുടുംബ ബന്ധം തകർന്നു പോകുന്നൊന്ന് ചിന്തിക്കാം, ഇല്ലേ? അച്ഛനാണേലും അമ്മയാണേലും ആ സഹോദരങ്ങളാണേലും ഒന്ന് ചിന്തിക്കാം. അവളെക്കുറിച്ച് അല്ലെങ്കിൽ അവനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ അവരുടെ ആ കുടുംബജീവിതമാണ് തകർന്നു പോകുന്നത്. അവൻ എന്ത് വിചാരിക്കും? അവൻ നല്ലവനല്ല എങ്കിൽ അവൻ ഇട്ടിട്ട് പോകും, ഇല്ലേ? അവളെ ഇങ്ങനെ ഒരു മോഷണക്കാരി, ഇവള് ചീത്ത സ്വഭാവമുള്ളവനാണെന്ന് ഇവക്കടെ അച്ഛൻ തന്നെ പറഞ്ഞല്ലോ, സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ടല്ലോ എന്നിങ്ങനെ ചിന്തിക്കാൻ പാടില്ലേ? അപ്പം നമ്മളെപ്പോഴും പറയുമ്പം ഒന്ന് സൂക്ഷിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.